ഋഷികേശ് പോയ സമയത്ത് നമ്മൾ കുറച്ച് പർച്ചേസിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കണം. ഋഷികേശിൽ വന്നാൽ നമുക്ക് എല്ലായിടവും കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ രുദ്രാക്ഷമാലകൾ. പല വെറൈറ്റി ഓഫ് രുദ്രാക്ഷം നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അവിടെ. ഇത് 6 മുഖ രുദ്രാക്ഷമാണ്. ഇതുപോലെ 3 മുഖവും 11 മുഖവും ഒക്കെ ഉള്ളതുണ്ട്. പിന്നെ ഈ ഒരു മാല കണ്ടോ, ഇത് ഹിമാലയത്തിലുള്ള സ്നോവിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തൊരു കല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു മാല. ഭയങ്കര തണുപ്പാണ് കേട്ടോ ഈ മാല കാണാൻ. ഇത് നവഗ്രഹമാലയാണ്, അതിൽ തന്നെ ആ കല്ലുകൊണ്ട് തന്നെ ഉണ്ടാക്കിയ നവഗ്രഹമാലയാണ്. ഈ ഒരു മാല ധരിച്ചു കഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യങ്ങളും വരും എന്നാണ് ഇവർ വിശ്വസിക്കുന്നത്. ഈ ഒരു മാലയുടെ റേറ്റ് 12,000 രൂപയാണ് കേട്ടോ. പല റേറ്റിൻ്റെതും ഉണ്ട്. ആ കല്ലിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. 12,000 രൂപയുടെ ഐശ്വര്യം വേണ്ടാന്ന് വെച്ചതുകൊണ്ട് നമ്മളത് മേടിച്ചില്ല കേട്ടോ. പിന്നെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ വിൻ്റർ കളക്ഷൻസും ഒക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതുപോലെയുള്ള കുറേ ക്ലാസിക് ഐറ്റംസ് നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ അവിടെ. ഇതുപോലെയുള്ള വിഗ്രഹങ്ങളൊക്കെ ഒരുപാട് അവിടെ വിൽക്കുന്നുണ്ട് കേട്ടോ. ഇവർ വേണമെങ്കിൽ കേരളത്തിലേക്ക് നമുക്കത് എക്സ്പോർട്ട് ചെയ്ത് തരും കേട്ടോ. ഈ വിഗ്രഹങ്ങൾ കാര്യങ്ങളൊക്കെ കാണാനായിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ. അടിപൊളിയായിട്ട് അവരവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് കടകൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് മുന്നോട്ട് നടന്നപ്പോൾ കുറേ ബാഗിൻ്റെ കളക്ഷൻസ്. എനിക്ക് ബാഗ് പറയാൻ ഭയങ്കര ക്രേസാണ്. ഓരോരുത്തർക്കും ഓരോ ക്രേസ് അല്ലേ. എനിക്ക് ഏറ്റവും കൂടുതൽ ക്രേസ് തോന്നിയിട്ടുള്ളത് ബാഗിലാണ്. അതുകൊണ്ട് എവിടെ പോയാലും ഞാൻ ഒരു ബാഗെങ്കിലും മേടിക്കാണ്ട് പോകാറില്ല കേട്ടോ. പിന്നെ എനിക്ക് കളക്ട് ചെയ്ത് വെക്കാൻ ഇഷ്ടം ഇതുപോലെയുള്ള ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഒക്കെയാണ് കേട്ടോ. അത് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഞാൻ അവിടുത്തെ ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് വാങ്ങി കളക്ട് ചെയ്ത് വെക്കാറുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം ഞാൻ 2 എണ്ണം മേടിച്ചു. പിന്നെ അടിപൊളിയായിട്ടുള്ള നല്ല ഹാങ്ങിങ്സ് ഒക്കെ കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. 100 രൂപ 150 രൂപയൊക്കെയാണ് ഓരോന്നിൻ്റെയും റേറ്റ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ എവിൽ സൈഡ് ഈ ബ്ലൂ ഈ ഹാങ്ങിങ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ മേടിച്ചില്ല കേട്ടോ. 150 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഞാൻ മേടിച്ചില്ലായിരുന്നു. നല്ല ഭംഗിയാണ് ഇതിങ്ങനെ കാണാൻ. പിന്നെ ഇലന്തപ്പഴം വിൽക്കുന്ന കച്ചവടക്കാർ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ. 2 സൈഡിലുമായിട്ട് അവരും ഉണ്ടായിരുന്നു. 30 രൂപയ്ക്കാണ് അവർ കൊടുക്കുന്നത്. പിന്നെ ഷോപ്പ് മാത്രമല്ലാണ്ട് വഴിയോര കച്ചവടക്കാരും ഇങ്ങനെ വിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവരുടെ അടുത്ത് ഭയങ്കര റേറ്റ് കുറവായിട്ട് എനിക്ക് തോന്നി. ഇവർ പിന്നെ വീഡിയോ ഒക്കെ ഫോട്ടോ ഒക്കെ എടുക്കാൻ സമ്മതിക്കുന്നുണ്ടായിരുന്നു. ഷോപ്പിൻ്റെ ഉള്ളിൽ അവരത്ര അലൗഡ് അല്ലായിരുന്നു കേട്ടോ വീഡിയോ ഫോട്ടോസൊന്നും എടുക്കാൻ. അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം വഴിയോര കച്ചവടക്കാരുടെ അടുത്ത് തന്നെയാണ് അധികവും സാധനങ്ങളൊക്കെ മേടിച്ചത്. അവരാകുമ്പോൾ നമുക്ക് വീഡിയോയും എടുക്കാൻ സമ്മതിക്കും. സാധനം കുറച്ചൊരു റേറ്റ് കുറഞ്ഞിട്ടാണോ തരുന്നതെന്നും എനിക്ക് തോന്നി കേട്ടോ. ഈ ഒരു കടയിൽ അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള നല്ല നല്ല ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പല റേറ്റിനും ഉള്ളതുണ്ട് കേട്ടോ. 50 മുതലാണ് ഇവിടെ സ്റ്റാർട്ടിങ്. അങ്ങനെ പല റേറ്റിൻ്റെതും ഉണ്ടായിരുന്നു. പിന്നെ നല്ല ക്യൂട്ടായിട്ടുള്ള കീ ചെയിൻസ് കാര്യങ്ങൾ അങ്ങനെ പലതും ഉണ്ടായിരുന്നു. പിന്നെ ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ജ്വല്ലറീസും ഉണ്ടായിരുന്നു കേട്ടോ. നമ്മളെ ഫോറിനേഴ്സൊക്കെയാണ് അധികവും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് പോവുക. അവർക്ക് ഇന്ത്യൻ ജ്വല്ലറീസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് തോന്നുന്നു മെയിൻലി ഈ ഓക്സിഡൈസ്ഡ് ജ്വല്ലറീസൊക്കെ ഇവിടെ വെച്ചത്. പിന്നെ അതേപോലെയുള്ള ഈ ഡെക്കോഴ്സ് ഐറ്റംസ് ഇല്ലേ, ഇതിനൊക്കെ 150 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു എല്ലാ സംഭവങ്ങളും. പക്ഷെ നമ്മൾ ട്രാവലിലായതുകൊണ്ട് എല്ലാ സംഭവങ്ങളും മൊത്തം എടുത്തുകൊണ്ട് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ അതൊന്നും മേടിച്ചില്ല. ഈ മരം കൊണ്ട് ഉണ്ടാക്കിയ എല്ലാ ഡെക്കോർ ഐറ്റംസിനും ഒക്കത്തിനും 150 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. നമ്മൾ മേടിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ നമുക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഞാൻ എല്ലാ കടകളിലും പോയി റേറ്റ് ചോദിച്ചു. എല്ലായിടത്തും 150 തന്നെയാണ് കേട്ടോ. ഈ മാലകൾക്കൊക്കെ 15 രൂപയൊക്കെ ആയിരുന്നു. പിന്നെ കുഞ്ഞു ശിവൻ്റെ ഈ ഒരു സംഭവമില്ലേ, ഈ പ്രതിമ പോലത്തത്, ഇതിനൊക്കെ 50 റുപ്പീസേ ഉണ്ടായിരുന്നുള്ളൂ. നമുക്കെനിക്ക് തോന്നുന്നു മീഷോന്നൊക്കെ ഒരുപാട് പേര് മേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇവിടെ 50 റുപ്പീസാണ് കേട്ടോ. പിന്നെ വലുപ്പത്തിനനുസരിച്ച് റേറ്റും കൂടും. പിന്നെ ബാഗുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. എല്ലാം ഹെമ്പ് കൊണ്ടുള്ള ബാഗാണ് കേട്ടോ. ഹെമ്പ് പറഞ്ഞ ഹിമാലയൻ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ഒരു ചെടിയിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടുള്ള ബാഗുകൾ. പിന്നെ വിൻ്റർ ആയതുകൊണ്ട് തന്നെ നിറച്ചും പേരക്ക ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ നമ്മൾ. പിന്നെ ഇട്ടില്ലെങ്കിൽ എനിക്ക് വളകളൊക്കെ വാങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ.
അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ഫാൻസി കടയിൽ ചെന്നു. അപ്പോൾ വള നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കര ലൂസായിട്ടുള്ള വളകളായിരുന്നു അവിടെ ഉള്ളത്. എൻ്റെ പാകത്തിനുള്ളതൊന്നും ഇല്ലായിരുന്നു. ഇവിടെയുള്ള പെണ്ണുങ്ങളെ കൈയൊക്കെ ഭയങ്കര വലുതാണെന്ന് തോന്നുന്നു. അപ്പോൾ പിന്നെ എനിക്കത് ഭയങ്കര പറ്റാണ്ടായി. അപ്പോൾ ഞാൻ മേടിച്ചില്ല. പിന്നെ ഞാൻ കല്ലിൻ്റെ സ്റ്റോൺ കൊണ്ടുള്ള കുറച്ച് ബ്രേസ്ലെറ്റ്സ് ഒക്കെ മേടിച്ചു. അതാണ് ഞാൻ എല്ലാ സ്ഥലത്തും പോകുമ്പോൾ ഇടാറുള്ളത്. അപ്പം അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചു.